ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ല പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കായിട്ടാണ്. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 10-15 നന്നായിട്ട് പഴുത്ത ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. ചക്കയുടെ മധുരത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേരിയേഷൻ വരാട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ജീരകം പൊടിച്ചും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം, നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേക അളവൊന്നുമില്ല, നമ്മൾ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ചക്കയുടെ അളവായിരിക്കണം മുമ്പിൽ നിൽക്കേണ്ടത്. അരിപ്പൊടി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പലഹാരം ഭയങ്കര ക്രിസ്പി ആയിട്ട് പോകും. അപ്പോൾ ഒരുപാട് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് അത്ര രസമില്ല. നമുക്ക് ചക്ക തന്നെ ആയിരിക്കണം കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്. ചക്കയുടെ ഫ്ലേവറാണ് മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസോളം അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. നമുക്ക് സ്പൂണിൽ എടുത്തിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ പാകത്തിനാണ് നമുക്ക് മാവ് എടുക്കേണ്ടത്. മാവ് നമ്മൾ എടുക്കുന്നതിന് മുന്നേ സ്പൂണൊന്ന് പച്ചവെള്ളത്തിലൊന്ന് മുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പൂണിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ. ഒരുപാട് ടൈം ഇതിന് ആവശ്യമില്ല. ഇത് കുക്ക് ചെയ്യാനാണെങ്കിലും ഇതിൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും ഒരുപാട് ടൈം ആവശ്യമില്ല. നന്നായിട്ട് പഴുത്ത ചക്കയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കുട്ടികൾ ഇനി ഉണ്ടാക്കി തരണം എന്ന് പറയും. അപ്പോൾ ഏകദേശം ഒരു വശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ക്രിസ്പി ആവും കേട്ടോ. ഒരുപാട് കുക്കിംഗ് ടൈം നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്